നത്തിങ്ങിൻ്റെ നത്തിങ് ഫോൺ 1 എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ പിന്നിൽ വളരെ വലിയ ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ 33,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നത്തിങ് ഫോൺ 1ൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. ആദ്യം നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് ഫോൺ 1ൽ സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സർ എടുത്തിട്ടുണ്ട്. 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 870, സ്നാപ്ഡ്രാഗൺ 888 ഇതുപോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. ആ ഒരു പ്രോസസ്സറുകളൊക്കെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്നാപ്ഡ്രാഗൺ 778G+ എന്ന പ്രോസസ്സർ മോശമായിട്ടുള്ള പ്രോസസ്സറാണ് എന്നല്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് അല്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ 3 വെർഷൻസ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. LPDDR5ൻ്റെ റാം കൊടുത്തിട്ടുണ്ട്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസസ്സർ, സ്റ്റോറേജ് ടൈപ്പ്, റാം ഈ കാര്യങ്ങളിലൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, തരക്കേടില്ല, അത്രയേ ഉള്ളൂ. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്കും കൊടുത്തിട്ടില്ല. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 4500 mAhൻ്റെ ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി അല്ല, തരക്കേടില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. അതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ബോക്സിൽ ചാർജർ വരുന്നില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇപ്പോൾ ചാർജർ സെപ്പറേറ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നത്തിങ്ങിൻ്റെ ചാർജറിൻ്റെ വില വരുന്നത് 2,499 രൂപയാണ് 45 വാട്ടിൻ്റെ ചാർജറിന്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാർജർ 1,500 രൂപയ്ക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഫോണിൽ 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫ്ലെക്സിബിൾ OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ 10-bit ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് കൂടുതൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ HDR10+ പോലുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ അത്യാവശ്യം ചെറിയ ബെസൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഫ്ലെക്സിബിൾ OLED പാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ താഴെയുള്ള ചിന്നിൻ്റെ വലിപ്പമൊക്കെ അവർക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1200 nits ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു വരേണ്ട ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തു വരേണ്ട ഫീച്ചേഴ്സൊന്നും ഇല്ല. എന്നാലും ഫ്ലെക്സിബിൾ OLED പാനൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെറിയ ചിന്നൊക്കെ ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തു പറയാം. ബാക്കി ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാധാരണ കാണുന്ന ടൈപ്പ് ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇതിൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 194 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.3 mm ആണ്. പിന്നെ ഇതിൽ IP53 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ ഗ്ലാസ് ബാക്ക് ബോഡിയാണ് വരുന്നത്. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണുന്ന ടൈപ്പ് ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് എന്ന് വിചാരിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. യൂസ്ഫുൾ ആയിട്ടുള്ള 2 സെൻസേഴ്സ് തന്നെയാണ് അവരിതിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX766ൻ്റെ സെൻസറാണ്. ഇതിൽ OS എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് 50 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ് JN1ൻ്റെ സെൻസറാണ്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്നത് 114 ഡിഗ്രിയാണ്. ഇതിൽ EIS പോലുള്ള ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമതും 50 മെഗാപിക്സൽ ഒരു സെൻസർ കൊടുത്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്തായാലും യൂസ്ഫുൾ അല്ലാത്ത 2 മെഗാപിക്സൽ സെൻസേഴ്സൊന്നും വെറും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിട്ടില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത് സോണി IMX471ൻ്റെ സെൻസറാണ്. ഇതുവരെ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു കാര്യം ഇതിൻ്റെ ബാക്ക് പാനലാണ്. ബാക്കിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള കോമ്പോണൻസിൻ്റെ ഡിസൈനിനനുസരിച്ചിട്ട് ഫോണിൻ്റെ പുറത്ത് LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏകദേശം 900ഓളം LED ലൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്.
ഇപ്പോൾ റിംഗ് ടോണിനനുസരിച്ചിട്ടൊക്കെ ഈ ഒരു LED ലൈറ്റ് കത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ചാർജിങ്ങിൻ്റെ പെർസെൻറ്റേജിനനുസരിച്ചിട്ട് ഈ ഒരു LED ലൈറ്റ് കത്തും. പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ LED ഫ്ലാഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് എത്ര പേർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം എന്നറിയില്ല. ഇത് പലർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറായിട്ട് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിനായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് കാണില്ല. നിങ്ങൾ ഇതൊരു മെയിനായിട്ടുള്ള ഫീച്ചറായിട്ട് കാണുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ചില ആൾക്കാർക്ക് ഇതായിരിക്കും ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ ഞാൻ മെയിനായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് ഇതിൽ കാണാൻ പോകുന്നൊരു കാര്യം സോഫ്റ്റ്വെയർ ആയിരിക്കും. ഇതിൽ Android 12 ബേസ് ആയിട്ടുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. കമ്പനി പറഞ്ഞിരിക്കുന്നത് 3 കൊല്ലത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഇതിൽ ലഭിക്കുമെന്നാണ്. അതുപോലെ തന്നെ 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം അതിൻ്റെ കാര്യത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്തുക ചാൻസ് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു ഫോണിൽ 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ കാണാത്തൊരു ഫീച്ചറാണ് വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറൊക്കെ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഫീച്ചറിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഞാൻ വയർലെസ് ചാർജറൊന്നും യൂസ് ചെയ്യാറില്ല. ഈ ഒരു വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ പുറം രാജ്യങ്ങളിൽ അത്ര പോപ്പുലർ അല്ല ഇന്ത്യയിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയർലെസ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ മെയിനായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് കൺസിഡർ ചെയ്യുമോ എന്ന് വെച്ചാൽ ഞാനത് കൺസിഡർ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വയർലെസ് ചാർജർ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന് പറ്റിയിട്ടുള്ള ഡിവൈസുകൾ എൻ്റെ കയ്യിലില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള ഡിവൈസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് വാച്ചുകളോ അല്ലെങ്കിൽ ഇയർബഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് മെയിനായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ആ ഡിവൈസുകളൊക്കെ നമുക്ക് ഈ ഫോൺ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോണിൻ്റെ 8 GB RAM 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 32,999 രൂപയാണ്. 8 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 35,999 രൂപയാണ്. അതുപോലെ തന്നെ 12 GB RAM 256 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 38,999 രൂപയാണ്. ജൂലൈ 21 മുതലാണ് ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയാണ് സെയിൽ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ HDFCയുടെ കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ ഓഫ് വേറെയും ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതിയ ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇവരുടെ ആദ്യത്തെ ഫോണാണ് നത്തിങ് ഫോൺ 1. അപ്പം ചില റിവ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ വെയിറ്റ് ചെയ്യുക. ഇപ്പം പേഴ്സണലി ഞാൻ സോഫ്റ്റ്വെയർ നന്നാവും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വിചാരിച്ചിട്ട് അത് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ചില യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. എന്തായാലും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഫോണായിട്ടാണ് നത്തിങ് ഫോൺ 1 എന്ന ഫോൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.